ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ സയൻസ് ആണ്. SSLC എക്സാമിനേഷൻ മാർച്ച് 2022 എന്ന് പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയമാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കുക നന്നായിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾ എന്താക്കുക, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുക. എല്ലാ വർഷത്തെയും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ദെൻ SSLC എക്സാമിനേഷൻ മാർച്ച് 2022 സോഷ്യൽ സയൻസ് കേട്ടോ. 2.5 ഹവറാണ് സമയം, പിന്നെ 2.5 മണിക്കൂറാണ്, പിന്നെ 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ദെൻ ജനറൽ ഇൻസ്ട്രക്ഷൻ എന്താണ്, ദർ ഈസ് എ കൂൾ ഓഫ് ടൈം ഉണ്ട് 15 മിനിറ്റ്. ആ ടൈമിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് മനസ്സിലാക്കുക. പിന്നെ എന്താണ്, ഓരോന്നും നിങ്ങൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നിങ്ങൾ എക്സാം എഴുതുക കേട്ടോ. ദെൻ പാർട്ട് 1 എന്താണ്, ക്വസ്റ്റ്യൻസ് 1 ഫ്രം 1 to 10 ക്യാരി 1 സ്കോർ ഈച്ച്. 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് 1 മാർക്ക് വീതമാണ്. ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 6. 1 മുതൽ 6 വരെയുള്ളതിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഐഡൻറ്റിഫൈ ദ പ്ലേസ് വേർ പഴശ്ശി രാജ ലെഡ് ദ റിവോൾട്ട് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്. ഏതാണ്, മലബാറാണ് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ദ മെത്തേഡ് ഓഫ് ഒബ്റ്റെയിനിങ് ദ ഫോട്ടോസ് ഓഫ് എർത്ത് ടോപ്പോഗ്രാഫി യൂസിങ് ക്യാമറാസ് ഫ്രം ദ ഗ്രൗണ്ട്. ഏതാണ് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി അല്ലേ. നെക്സ്റ്റ് ഐഡൻറ്റിഫൈ ദ എക്സാമ്പിൾ ഫോർ ഓൾ ഇന്ത്യ സർവീസ്. ഏതാണ് ഇന്ത്യ സർവീസിൻ്റെ ഓൾ ഇന്ത്യ സർവീസിൻ്റെ എക്സാമ്പിൾ ഏതാണ് ഇന്ത്യൻ പോലീസ് സർവീസ് അല്ലേ. വിച്ച് among the following countries was a member of a triple entente. ഏതാണ് മെമ്പർ ഓഫ് എ ട്രിപ്പിൾ എൻറ്റൻറ്റി, ഏതാണ് ഫ്രാൻസ് ആണ് അല്ലേ. ട്രിപ്പിൾ എൻറ്റൻറ്റി മെമ്പർ എന്ന് പറയുന്നത് ഫ്രാൻസ് ആണ്. നെയിം ദ മേജർ സീസൺ എക്സ്പീരിയൻസ്ഡ് ഡ്യൂറിങ് 23rd September to 22nd December in the northern hemisphere. ഏതാണ് മേജർ സീസൺ ഡ്യൂറിങ് 23rd September to 22nd December? ഓട്ടം ആണ് അല്ലേ. ഓക്കെ, ഓട്ടം അല്ലേ. ഓക്കെ, ഓട്ടം അല്ലേ. പിന്നെ അടുത്ത എന്താണ് വരുന്നത് നോക്കിയാൽ 6th ക്വസ്റ്റ്യൻ, വില്ലേജ് ഡ്രമ്മർ ഇസ് ദ പെയിൻറ്റിങ് ഓഫ് ആരുതാണ്, നന്ദലാൽ ബോസ് അല്ലേ. നന്ദലാൽ ബോസിൻ്റെ ആണ് എന്ത്, വില്ലേജ് ഡ്രമ്മറിൻ്റെ അല്ലേ. നെക്സ്റ്റ് എന്താണ്, ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഫ്രം 7 to 10. 7 മുതൽ 10 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദ കുടുംബശ്രീ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ്. എന്തിനാണ് കുടുംബശ്രീ എക്സാമ്പിൾ ഏതിൻ്റാണ്, എന്താണ് മൈക്രോ ഫിനാൻസിനാണ് അല്ലേ. മൈക്രോ ഫിനാൻസ് ആണ് എന്ത്, കുടുംബശ്രീ. ദെൻ നെക്സ്റ്റ് എന്താണ്, ബാറ്റിൽ ഓഫ് കൊളാക്കിയൽ ഈസ് റിലേറ്റഡ് ടു. ഏതാണ് മാർത്താണ്ഡവർമ്മ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വിച്ച് among the following is a mineral based industry. ഇതിലേതാണ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി, ഇത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി അല്ലേ. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി. ദെൻ ഐഡൻറ്റിഫൈ ദ ഫങ്ഷൻ ഓഫ് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ. എന്താണ് ഇവിടെ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ് പ്രൊവൈഡ് ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ് അല്ലേ. പ്രൊവൈഡ് ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ് ആണ് എന്ത് ഇവിടെ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പാർട്ട് 2 ആണ് കേട്ടോ. ക്വസ്റ്റ്യൻസ് ഫ്രം 11 to 18 ക്യാരി 2 സ്കോർ ഈച്ച്. 11 മുതൽ 18 വരെയുള്ളതിന് 2 മാർക്ക് വീതമാണ് കേട്ടോ. ആൻസർ ഇനി 3 ക്വസ്റ്റ്യൻസ് ഫ്രം 11 to 15. 11 മുതൽ 15 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും 3 എഴുതിയാൽ മതി കേട്ടോ. ലിസ്റ്റ് 2 ടൈപ്സ് ഓഫ് ടാക്സസ്. എന്താണ് 2 ടൈപ്പ് ഓഫ് ടാക്സസ് ഏതൊക്കെയാണ്, ഡയറക്റ്റ് ടാക്സും ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്. ഓക്കെ, വാട്ടർ ട്രാൻസ്പോർട്ട് ഹാസ് മെനി അഡ്വാൻറ്റേജസ്, മെൻഷൻ എനി 2. വാട്ടർ ട്രാൻസ്പോർട്ടിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഏതെങ്കിലും 2 എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ ചീപ്പസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്, സൂട്ടബിൾ ഫോർ ലാർജ് സ്കെയിൽ കാർഗോ ട്രാൻസ്പോർട്ട്, ഡസ് നോട്ട് കോസ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, മോസ്റ്റ് സൂട്ടഡ് ഫോർ ഇൻ്റർനാഷണൽ ട്രേഡ്. ഇതിലേതെങ്കിലും 2 എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദെൻ അടുത്തത് നോക്കൂ, ഇലൂസിഡേറ്റ് ദ റോൾ ഓഫ് എ ഫാമിലി ഇൻ ഫോസ്റ്ററിങ് സിവിക് കോൺഷ്യസ്നെസ്. ഏതാണ്, we learn to respect the elders and to engage in social service from family. Family create responsibility among its members. Inspiration and encouragement from the family will develop civic consciousness. Each individual is for the family and the family is for the society. Okay, the next question എന്താ നോക്കിയാൽ, name any 2 departments and institutions working for the protection of consumers interest. ഓക്കെ, ഏതാണ് 14ാമത്തത് അല്ലേ. ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ്, ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ്, സെൻട്രൽ ഡ്രഗ്സ് പ്രൈസ് കൺട്രോൾ കമ്മിറ്റി, ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ്, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഏതെങ്കിലും 2 എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് ചോദിച്ചിരിക്കുന്നത്, റൈറ്റ് എനി 2 uses of a topographic maps.
ടോപ്പോഗ്രാഫിക് മാപ്പിൻ്റെ 2 യൂസ് ചെയ്താനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഏതെങ്കിലും 2 എഴുതിയാൽ മതിട്ടോ. അനാലിസിസ് ഓഫ് ദ ഫിസിക്കൽ ആൻഡ് ദ കൾച്ചറൽ ഫീച്ചേഴ്സ് ഓഫ് ദ എർത്ത് സർഫേസ് for military operations and the preparation of military maps, for economic planning, for urban planning, to understand land use, to understand the topography. Okay, then next 16th question എന്താണ്? Answer any 2 questions from 16 to 18. 16 to 18 ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. വാട്ട് ഈസ് ഇ ഗവേണൻസ്? എന്താണ് ഇ ഗവേണൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇ ഗവേണൻസ്? E-governance is the use of electronic technology in administration. This E എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണിക് ആണല്ലേ. അപ്പോൾ ഇലക്ട്രോണിക് ടെക്നോളജി ഇൻ അഡ്മിനിസ്ട്രേഷനാണ് ഇ ഗവൺമെൻറ് യൂസ് എന്ന് പറയുന്നത് അല്ലേ. ദിസ് ഹെൽപ്പ് ടു ഒബ്റ്റെയിൻ ഗവൺമെൻറ് സർവീസസ് ഈസിലി ഇൻ എ സ്പീഡി മാനർ. ഓക്കെ, സ്പീഡി മാനറിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് എന്താക്കുക ഗവൺമെൻറ് സർവീസ് നമുക്ക് ലഭിക്കും അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താണ്? 17th ക്വസ്റ്റ്യൻ എന്താണ്? മെൻഷൻ എനി ടു ആസ്പെക്ട് ദാറ്റ് എ കൺസ്യൂമർ എക്സ്പെക്ട് വൈൽ പർച്ചേസിങ് പ്രോഡക്റ്റ് ആൻഡ് യൂസിങ് സർവീസസ് എന്ന് ചോദിച്ചിരിക്കുന്നത്. 2 ആസ്പെക്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഏതാണ്? ക്വാളിറ്റി, റിലയബിലിറ്റി, ആഫ്റ്റർ സെയിൽ സർവീസസ്, ഫെയർ പ്രൈസിൽ ഏതെങ്കിലും 2 എഴുതുക. ദെൻ നെക്സ്റ്റ് നെയിം ദ ഐലൻഡ് ഗ്രൂപ്പ്സ് ഇൻ ഇന്ത്യ. എന്താണ്? ഇന്ത്യയിലുള്ള ഐലൻഡ് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്, ലക്ഷദ്വീപ് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? പാർട്ട് 3 ആണ് കേട്ടോ. ക്വസ്റ്റ്യൻസ് ഫ്രം 19 to 25 ക്യാരി 4 സ്കോർ ഈച്ച്. ആൻസർ എനി 3 ക്വസ്റ്റ്യൻസ് ഫ്രം 19 to 23. 19 to 23 എന്ന് 3 ക്വസ്റ്റ്യൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ മെൻഷൻ 4 അഡ്വാൻറ്റേജസ് ഇൻ ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സസ്. ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ഡെവലപ്പിങ്ങിനുള്ള 4 അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? പ്രൊഡക്ടിവിറ്റി ഓഫ് ദ വർക്കർ ഇൻക്രീസസ്, എക്കണോമിക് ഇൻഇക്വാലിറ്റി ഈസ് റെഡ്യൂസ്ഡ്, നാച്ചുറൽ റിസോഴ്സസ് ഈസ് യൂട്ടിലൈസ്ഡ് എഫക്റ്റീവ്ലി, മേക്സ് പോസിബിൾ ദ ഡെവലപ്മെൻറ്റ് ആൻഡ് യൂസ് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി, സോഷ്യൽ വെൽഫെയർ ഈസ് എൻഷ്യൂർഡ്, എൻ്റർപ്രണർഷിപ്പ് ഇംപ്രൂവ്സ് അല്ലേ. ഇതിലേതെങ്കിലും 4 എഴുതുക കേട്ടോ. ദെൻ നെക്സ്റ്റ് 20th ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് ഔട്ട് എനി 4 പ്രിൻസിപ്പിൾസ് ഓഫ് എ പഞ്ചശീൽ അഗ്രിമെൻറ്റ് സൈൻഡ് ബൈ ഇന്ത്യ ആൻഡ് ചൈന. 4 എന്നല്ലേ. അപ്പോൾ ഏതാണ്? മ്യൂച്വൽ റെസ്പെക്റ്റ് ഓഫ് others' territorial integrity and sovereignty, mutual non-aggression, mutual non-interference in each other's internal affairs, equality and cooperation for mutual benefit, peaceful coexistence. Okay, then next 21ാമത്തെ ചോദ്യം എന്താണ്? Name 4 methods commonly used in the study of sociology. സ്റ്റഡി ഓഫ് സോഷ്യോളജിയിൽ ഉപയോഗിക്കുന്ന സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന 4 മെത്തേഡ് പറഞ്ഞ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. 21 ആണ്. അപ്പോൾ സോഷ്യൽ സർവേ, പിന്നെ എന്താണ്? ഇൻ്റർവ്യൂ, ഒബ്സർവേഷൻ, കേസ് സ്റ്റഡി. ഇത് പഠിക്കണം കേട്ടോ. ഇത് ഞാൻ പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സോഷ്യൽ സർവേ, ഇൻ്റർവ്യൂ, ഒബ്സർവേഷൻ, കേസ് സ്റ്റഡി. ദെൻ നെക്സ്റ്റ് എന്താണ്? 22. എക്സ്പ്ലെയിൻ ഹൗ എഡ്യൂക്കേഷൻ ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി. എക്സ്പ്ലെയിൻ ഹൗ എഡ്യൂക്കേഷൻ ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? നോക്കൂ. Education improves the skills of individuals, betters the technological know-how, helps to secure better job and income, improves the standard of living. Then next 23ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മാർക്ക് ആൻഡ് ലേബൽ ദ ഫോളോയിങ് ഓൺ ദ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ഇന്ത്യ പ്രൊവൈഡഡ്. വെസ്റ്റേൺ ഗാറ്റ്സ്, ഈസ്റ്റേൺ ഗാറ്റ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ മുംബൈ പോർട്ട്, പിന്നെ എന്താണ്? കൊച്ചി പോർട്ടൊക്കെ എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. മാൽവ, പ്ലാറ്റ്യൂ, റിവർ കാവേരി. അപ്പോൾ നിങ്ങൾ പഠിക്കുക കേട്ടോ. മാർക്ക് ആൻഡ് ലേബൽ. അപ്പോൾ എവിടെയാണ് അതൊക്കെ? മാൽവ പ്ലാറ്റി എവിടെയെന്ന് നോക്കിയാൽ മുംബൈ വെസ്റ്റേൺ ഗേറ്റ് അവിടെ, മാൽവ പ്ലാറ്റി ഇവിടെ, വെസ്റ്റേൺ ഗേറ്റ് അത്, പിന്നെ റിവർ കാവേരി ഇത് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ നോക്കിയേ? ആൻസർ എനി 1 ക്വസ്റ്റ്യൻ ഫ്രം 24 to 25 കേട്ടോ. 24 എന്താണ്? മാച്ച് ദ ഐറ്റംസ് ഇൻ കോളം എ വിത്ത് ദോസ് ഇൻ കോളം ബി. മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. രാമകൃഷ്ണ മിഷൻ, അലിഗർ മൂവ്മെൻറ്റ്, തെസോഫിക്കൽ സൊസൈറ്റി, ബ്രഹ്മ സമാജ്, ആനി ബസന്റ്, രാജാറാം മോഹൻ റോയ്, സ്വാമി വിവേകാനന്ദ, സർ സയ്യദ് അഹമ്മദ് ഖാൻ. അപ്പോൾ അത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്? രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദനാണ്. അലിഗർ മൂവ്മെൻറ്റ് സർ സയ്യദ് അഹമ്മദ് ഖാനാണ്. തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റാണ്. ബ്രഹ്മ സമാജ് രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് എന്താണ്? 25th ക്വസ്റ്റ്യൻ. മെൻഷൻ എനി 4 ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ. ഏതാണ്? ക്ലൈമറ്റ് ഓഫ് ഇന്ത്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഫിസിയോഗ്രഫി, നിയർനെസ് ടു സീ, ആൾട്ടിറ്റ്യൂഡ്, ലാറ്റിറ്റ്യൂഡ് അല്ലേ. ഇതൊക്കെയാണ് എന്ത്? ഇന്ത്യത്തെ ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് കേട്ടോ. ഓക്കെ, പാർട്ട് 4 ആണ് ഇത്. ക്വസ്റ്റ്യൻസ് ഫ്രം 26 to 30 ക്യാരി 6 സ്കോർ ഈച്ച്. ആൻസർ എനി 3 questions from 26 to 29.
Okay, answer the following. What are the obligatory functions of the society? What are the obligatory functions of the state? Protection of boundary, maintain internal peace, protection of rights, implementation of justice. Okay, then next B എന്താ ചോദിച്ചിരിക്കുന്നത്? Name any two theories on the origin of the state. അതേതാണ് രണ്ട് തിയറി ഏതൊക്കെയാണ്? പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് ലിബർട്ടി, ഡിവൈൻ റൈറ്റ് തിയറി, എവല്യൂഷണറി തിയറി. ഇതൊക്കെയാണ് തിയറി അല്ലേ? ഡിവൈൻ റൈറ്റ് തിയറി, എവല്യൂഷണറി തിയറി, സോഷ്യൽ കോൺട്രാക്ട് തിയറി, പവർ തിയറി. ഇതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതുക കേട്ടോ. ദെൻ നെക്സ്റ്റ് 27th ആണ്. പ്രിപ്പയർ ഷോർട്ട് നോട്ട്സ് ഓൺ ഇലക്ട്രോണിക് ബാങ്കിങ്. ഈ ബാങ്കിങ് ഞാൻ കുറേ ചോയ്സ് കണ്ടുകൊണ്ടത് നന്നായി പഠിക്കുക കേട്ടോ. ഇലക്ട്രോണിക് ബാങ്കിങ്ങിനെ കുറിച്ച് ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇലക്ട്രോണിക് ബാങ്കിങ് എങ്ങനെ എഴുതുക? ഇലക്ട്രോണിക് ബാങ്കിങ് ഈസ് എ മെത്തേഡ് ബൈ വിച്ച് ഓൾ ട്രാൻസാക്ഷൻ ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ത്രൂ നെറ്റ് ബാങ്കിങ് ആൻഡ് ടെലി ബാങ്കിങ്. എനി ടൈം ബാങ്കിങ്, എനിവർ ബാങ്കിങ്, നെറ്റ് ബാങ്കിങ്, മൊബൈൽ ഫോൺ ബാങ്കിങ് എക്സെട്ര ആർ പാർട്ട് ഓഫ് ദി ഇലക്ട്രോണിക് ബാങ്കിങ്. ഇതിന് ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? മണി ക്യാൻ ബി സെൻഡ് ആൻഡ് ബിൽസ് ക്യാൻ ബി പെയ്ഡ് എനിവർ ഇൻ ദ വേൾഡ് ഫ്രം ഹോം, സേവ്സ് ടൈം, ലോസ് സർവീസ് ചാർജ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ബി എന്തായാലും ചോദിച്ചാൽ കോർ ബാങ്കിങ്, സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് ബാങ്കിങ്. അതെന്താണ് നോക്കിയാൽ എന്താണ് കോർ ബാങ്കിങ്? Core banking is the facility which is arranged in such a way that the branches of all banks are brought under a central server so that banking services from one bank to another is made possible. As a result, ATM, debit card, credit card, net banking, e-banking, mobile banking, etc. have been brought together. Transactions have become simple by using this facility. An individual can send money from his bank account to his friend's account elsewhere. Okay. Then next 28th question ആണ്. എന്താണ് 28th question നോക്കാം നമുക്ക്. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ്. എന്താണ് ഫീച്ചേഴ്സ് ഓഫ് പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ്. അപ്പോൾ പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റിൻ്റെ ഫീച്ചർ എന്താണ് ചോദിച്ചിരിക്കുന്നത്? എന്താണ് പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റിൻ്റെ ഫീച്ചർ? ഇംപ്ലിമെൻറ്റഡ് ഇൻ ബംഗാൾ, ബീഹാർ ആൻഡ് ഒറീസ. ടാക്സ് വാസ് കളക്റ്റഡ് ബൈ ജമീന്ദാസ്. Zamindar was the owner of the entire land. Farmers were to pay up to 60% of the yield as tax. The tax has to be paid in cash strictly before the cut-off date. പിന്നെ എന്താ അടുത്ത് ചോദിച്ചിരിക്കുന്നത്? എന്താണ് മഹാൽവാരി സിസ്റ്റം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ മഹാൽവാരി സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ഇൻ നോർത്ത് വെസ്റ്റ് ഇന്ത്യ. ദ വില്ലേജ് headman was assigned the responsibility to collect tax. The tax rate was too excessive. The entire village mahal was considered as a single unit for tax collection. Okay, then next question എന്താണ് 29 അല്ലേ? റൈറ്റ് ഷോർട്ട് നോട്ട്സ് ആണ്. ഗ്രീൻവിച്ച് മീൻ ടൈം, GMT എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. IST എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് ഗ്രീൻവിച്ച് മീൻ ടൈം? ടൈം ഈസ് കാൽക്കുലേറ്റഡ് വേൾഡ് വൈഡ് ബേസ്ഡ് ഓൺ ദ ഗ്രീൻവിച്ച് ലൈൻ. Hence this line is also known as prime meridian. The local time at the time meridian is known as the Greenwich Mean Time. Based on the Greenwich median, the world is divided into 24 zones each with a time difference of 1 hour. The Indian Standard Time എന്താണെന്ന് നോക്കിയാൽ longitudinal extent of India is from 68 degree east to 97 degree east. At the 821/2 degree east longitude, which passes almost through the middle of this longitude, has been fixed as the standard meridian of India. The local time also along this longitude is generally considered as the standard time of India. This is known as the Indian Standard Time. Okay. Then next 13th question എന്താണെന്ന് നോക്കിയാൽ and answer any two questions from 30 to 32. 30 to 32 ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാനാണ് പറഞ്ഞത്. എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഫാസിസം. ഫാസിസത്തിൻ്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് antagonism to democracy, opposition to socialism, glorifying the nation, adoring the purity of race, justifying war, diffusion of aggressive nationalism, deifying the past, indoctrination of ideologies through arts, literature and education, military dictatorship, destruction of political rebels. ഇതിന് 6 പോയിന്റ് എഴുതുക കേട്ടോ. ദെൻ നെക്സ്റ്റ് 31ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? പ്രിപ്പയർ എ നോട്ട് ഓൺ ക്യാഷ് ക്രോപ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ ക്യാഷ് ക്രോപ്സ് എന്താ? ഫൈബർ ക്രോപ്പ് കോട്ടൺ. കോട്ടൺ ഈസ് നോൺ ആസ് എ യൂണിവേഴ്സൽ ഫൈബർ ആസ് ഇറ്റ് ഈസ് യൂസ്ഡ് വേൾഡ് വൈഡ് ഇൻ ദ ടെക്സ്റ്റൈൽ സെക്ടർ. ഇന്ത്യ റാങ്ക്സ് 4th ഇൻ കോട്ടൺ പ്രൊഡക്ഷൻ എക്സെട്ര. ജൂട്ട് ഉണ്ട് അല്ലേ? പിന്നെ കോട്ടൺ, ജൂട്ട്. അപ്പോൾ ജൂട്ട് എന്താ? ഗംഗ, ബ്രഹ്മപുത്ര, ഡെൽറ്റ റീജിയൻ ഓഫ് വെസ്റ്റ് ബംഗാൾ ഈസ് ദ മേജർ ജൂട്ട് പ്രൊഡ്യൂസിങ് റീജിയൻ എക്സെട്ര. ഇനി ബെവറേജ് ക്രോപ്പ് എന്താണ്? ടീ, കോഫി, സ്പൈസസ്,
The tea or India is the largest producer of tea in the world, etc. Coffee and the India stands sixth in the production of coffee, which is a tropical plantation crop Arabica. In the species, India is famous for species like cardamom, pepper, nutmeg, clove, ginger, etc. right from the ancient times. In other crops, sugar cane and rubber. Sugar cane, which is a tropical crop, require hot and humid climate, etc. Rubber, Kerala is the leading producer of rubber in India. It is a major source of income in Kerala, etc. The next is describe the problems caused by the lack of civic consciousness. List the important factors which determine civic consciousness. In the absence of civic consciousness, human beings will become selfish and all the activities will be for his own achievements. This will adversely affect his social life. In such a society, there will be no peace or security. Factors which determine civic consciousness are like family, associations, education, political system, social system. Okay. The next is 33 and then next part 5 ആണ്. Questions from 33 to 35 carry 8 score each. നിങ്ങൾ പാർട്ട് 5 എന്നൊക്കെ പറഞ്ഞ് എഴുതണം കേട്ടോ. നമ്മൾ എഴുതുമ്പോൾ എന്താണ് നല്ല വൃത്തിയിൽ ഹാൻഡ് റൈറ്റിങ്ങിലൊക്കെ എഴുതുക കേട്ടോ. വാരി വലിച്ച് അങ്ങനെയല്ല എഴുതേണ്ട, നല്ല നീറ്റ്നെസ്സിലൊക്കെ എഴുതിയാൽ ടീച്ചർമാർക്ക് മാർക്ക് ഇടാൻ തോന്നുള്ളൂ കേട്ടോ. പോയിന്റുകളൊക്കെ ഉണ്ടായിരിക്കണം. Okay, then answer any two questions from 33 to 35. Analyze the non-cooperation movement based on the following hints. ഈ ഹിൻസ് വെച്ച് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് എന്താണ് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ കൊടുക്കണം? ക്യാരക്ടറിസ്റ്റിക് ഓഫ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, ഇന്ത്യൻ സൊസൈറ്റി റെസ്പോൺസ് ടു ഗാന്ധിജീസ് അപ്പീൽ, ചൗരി ചൗര ഇൻസിഡൻറ്റ്, ഇതൊക്കെ വെച്ചിട്ട് എന്താക്കുക അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് എന്താ? ലോയേഴ്സ് ഷാൾ ബോയ്ക്കോട്ട് കോർട്ട്, പിന്നെന്താ പബ്ലിക് ഷാൾ ബോയ്ക്കോട്ട് ഫോറിൻ പ്രോഡക്റ്റ്, ബോയ്ക്കോട്ട് ഇലക്ഷൻ. എന്താ ബോയ്ക്കോട്ട് പറഞ്ഞാൽ എന്താ അറിയാലോ അല്ലേ. റിട്ടേണിംഗ് ദ ബ്രിട്ടീഷ് അവാർഡ്സ് ആൻഡ് പ്രൈസസ്, ഡിനയൽ ഓഫ് ടാക്സസ്, സ്റ്റുഡൻറ്റ് ഷാൾ ബോയ്ക്കോട്ട് ഇംഗ്ലീഷ് സ്കൂൾ, ബഹിഷ്കരിക്കുക അല്ലേ ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞാൽ. ഹൗ ദ ഇന്ത്യൻ സൊസൈറ്റി റെസ്പോണ്ടഡ്, എങ്ങനെയാണ് ഇന്ത്യൻ സൊസൈറ്റി റെസ്പോണ്ട് ചെയ്ത്? ഫാമേഴ്സ് ഇൻ അവാദ് റിഫ്യൂസ്ഡ് ടു പേ ടാക്സസ്. ദ ട്രൈബൽ ഗ്രൂപ്പ്സ് ഇൻ നോർത്തേൺ ആന്ധ്ര എൻജോയ്ഡ് ദ ഫോറസ്റ്റ് ആൻഡ് കളക്റ്റഡ് ദ forest producers violating the forest laws. Farmers in Uttar Pradesh refused to carry the luggage of the colonial officials. Workers struck work. Lawyers boycotted courts. Students quitted colleges and schools run by the British. The public, including women burned foreign clothes on the streets. Effect of the non-cooperation movement എന്താണ് അതിൻ്റെ എഫക്റ്റ്? ഗാന്ധിജി called for the construction work along with the boycott in the time of non-cooperation movement. Inspired by this, people began to make indigenous product, spin khadi cloth using chakka, establish national schools and popularize Hindi. Students who boycotted English education were attracted to national education institution. ഈ ചൗരി ചൗര ഇൻസിഡൻറ്റ് എന്താ? ഇൻ റെസ്പോൺസ് ടു ദ police firing at a mob at Chowri Chowra in Uttar Pradesh. The villagers had ablaze the police station on the 22 policemen died. The incident disappointed Gandhiji, so he called for stopping the non-cooperation movement. Okay, the next എന്താണ് 34. Prepare note on the following. Any two planetary winds, പിന്നെ any two global pressure belts. ഇതിന് ഒരു നോട്ട് എഴുതുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ എഴുതാം നമുക്ക്. പ്ലാനറ്ററി വിൻഡ്, ട്രേഡ് വിൻഡ് എന്താണ്? ദ വിൻഡ്സ് ആർ കോൺസ്റ്റൻ്റ്ലി ബ്ലോയിങ് ഫ്രം ദ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഓഫ് both hemisphere towards equatorial low pressure belt is known as trade winds. The trade winds blows from 30 degree north and 30 degree south latitude to 0 degree latitude. As these winds blow from the northeast in the northern hemisphere, they are known as northeast trade winds. This wind is blowing from the southeast in the southern hemisphere, so it is known as the southeast trade winds. The equatorial low pressure zone where the trade winds from both the hemispheres converge is known as the intertropical convergence zone, ITCZ. ഇനി എന്താണ്? വെസ്റ്റർലൈസ്. The westerlies are blow continuously from the subtropical high pressure zone 30 degree latitude into subpolar low pressure zone 60 degree latitude in both hemispheres. As the direction of these winds is mostly from the west, they are known as a westerlies. Due to the vast expanse of oceans in the southern hemisphere, the westerlies are stronger in the southern hemisphere than in the northern hemisphere. Roaring forte is along 40 degree latitude for furious
50s along 50 degree latitude and shrinking 60 degree latitude. ഈ polar sterilize എന്താണ്? The cold polar regions are centers of high pressure. The polar winds are the cold winds that blow from these high pressure areas towards the subpolar low pressure belt. These winds blow from the east in both the hemisphere due to the Coriolis force. Hence these are known as a polar sterilize. എനിക്ക് രണ്ടെണ്ണം എഴുതിയാൽ മതി കേട്ടോ. പിന്നെ ഇനി ഗ്ലോബൽ പ്രഷർ ബെൽറ്റും ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് 0 degree അല്ലേ. Their expands due to sun's heat and rises upon a massive scale in this area. This is a reason for the low pressure experienced through this zone. The equatorial low pressure belt is situated between 5 degree north and south latitude. As the air in this zone ascends on a large scale, winds are very feeble here. This pressure belt is known as a doldrum, meaning the zone with no wind. Subtropical high pressure belt 30 degree north and 30 degrees south. This pressure belt is located at 30 degree latitude in both hemispheres. The warm air rising from the equatorial low pressure belt 0 degree gradually cools and drops to 30 degree latitude under the influence of the earth's rotation, and there it becomes high pressure belt. Subpolar low pressure belt 60 degree north and 60 degree south latitude. As this zone is close to the pole, the air is colder here. The air in this zone throw away due to the rotation of the earth. As a result, low pressure is experienced all along the subpolar region. In polar high pressure belt 19 degree north and 90 degree south. This zone experiences severe cold throughout the year. As a result, the air remains chilled under the extreme cold that prevails over the poles, and this contribute to the steady high pressure experienced here. ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. രണ്ടെണ്ണം എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് 2 ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് 2 പ്ലാനറ്ററി വിൻഡ് എഴുതിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് explain the causes and consequences of American War of Independence. ഹിൻസ് തന്നിട്ടുണ്ട്. മെർക്കന്റിലിസ്റ്റ് ലോസ്, തിങ്കേഴ്സ്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസസ്, ഇൻഫ്ലുവൻസസ് ഓഫ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ എന്താണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ കോൺസിക്വൻസസും കോസസും ആണല്ലേ, കാരണങ്ങളൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാത്? മെർക്കന്റിലിസ്റ്റ് ലോസ് എങ്ങനെയാണ്? എന്താണ് മെർക്കന്റിലിസ്റ്റ് ലോ? ദ ഗുഡ്സ് ടു ആൻഡ് ഫ്രം ദ കോളനീസ് മസ്റ്റ് ബി ക്യാരിഡ് ഓൺലി ഇൻ ബ്രിട്ടീഷ് ഷിപ്സ്. പ്രൊഡക്ട്സ് ഓഫ് ദ കോളനീസ് ലൈക്ക് ഷുഗർ, wool, cotton, tobacco, etc. could only be exported to England. British stamp must be affixed on all the legal documents, newspapers, pamphlets, license, etc. Colonies must provide food and quarters to the quarters for the British troops which were maintained in the colonies. Import tax must be paid for the import of tea, glass, paper, etc. പിന്നെ തിങ്കേഴ്സ് എന്താണ്? ആരെ? James Otis. No taxation without representation. John Locke. Everyone has some fundamental rights. No government has the right to suspend them. Thomas Paine. There is something absurd in supposing the continent North America be perpetually governed by a foreign power, England. First Continental Congress ഏതാ? The delegates of all colonies except Georgia met at Philadelphia in 1774 to protest against the policies and the rules imposed by England. The colonies submitted a petition to the King of England. They demanded the revocation of the regulations enforced on industry and commerce and not to impose tax without the approval of the people. The Second Continental Congress held at Philadelphia in 1775 elected George Washington as the commander-in-chief of the Continental Army. The American Continental Congress issued the famous Declaration of Independence on 4th July 1776. Influence of American War of Independence gave motivation to the later revolutions all over the world, put forward the concept of a republican form of government, prepared the first written constitution, contributed to the concept of federal system. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ അല്ലേ. നിങ്ങൾ അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ്. അപ്പോൾ എന്താണ്, നിങ്ങൾ നന്നായി പഠിക്കുക കേട്ടോ. നന്നായി പഠിച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. നന്നായി പഠിക്കുക. ഫുൾ A+ എല്ലാവരും വാങ്ങുക കേട്ടോ. ഓക്കെ, താങ്ക് യു.